മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് ഒരു അലുവ ഉണ്ടാക്കാം. എന്നെ കൊണ്ടാണെന്ന് അറിയണ്ടേ? കണ്ടോ, ചെറുപഴം എല്ലാവരും പഴുത്തുമ്പോൾ എടുത്ത് കളയല്ലേ. നമുക്ക് അതുകൊണ്ടൊരു അലുവ ഉണ്ടാക്കാം. അത് അരച്ചെടുക്കുക. ആദ്യം അരച്ചെടുത്തിട്ട് നമുക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ് ഇറക്കണം കേട്ടോ. എല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഉണ്ടാക്കാം. അപ്പോഴത്തേക്ക് എൻ്റെ ചാനൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ശോശാമ്മ കിച്ചൺ, എൻ്റെ ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ. നമുക്ക് ആ പഴവും അതിനകത്ത് കുറച്ച് അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ മൈദപ്പൊടിയോ നമുക്ക് റവയോ എന്ത് ചേർത്താലും മതി കേട്ടോ. എല്ലാം കൂടെ അടുപ്പിൽ വെച്ച് ഇതുപോലെ കുറുക്കി പറ്റിച്ചെടുത്തിട്ട് നമുക്ക് അതിന് കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ്, കടല എല്ലാം കൂടെ അതും നെയ്ക്കകത്ത് വറുത്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലെ അലുവ ഉണ്ടാക്കിയെടുക്കാം. ഇത് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ അലുവയാണ്. ഇതിപ്പോൾ ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കുകയാണ്. നമുക്കത് ഒരു പാത്രത്തിലേക്ക് ഇതുപോലൊരു പാത്രത്തിലേക്ക് ആക്കുക. എന്നിട്ട് അണ്ടിപ്പരിപ്പ്, കടല എല്ലാം കൂടെ ഇട്ട് കൊടുക്കുക. അടുപ്പിൽ നിന്ന് തന്നെ ഇടാൻ കേട്ടോ. അടുപ്പിൽ ഞാൻ ആദ്യം ഇട്ടത്, ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി അതിലേക്ക് ഇടുന്നതാണ്. എന്നിട്ട് ഒരു ഇലയോ കടലാസല്ല കേട്ടോ, പ്ലാസ്റ്റിക്കിൻ്റെ കവറോ എന്തെങ്കിലും കൊണ്ടതാ ഇതുപോലെ നമുക്ക് ഒതുക്കി അലുവ റെഡി. അപ്പോഴത്തേക്ക് എൻ്റെ ചാനൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ശോശാമ്മ കിച്ചൺ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഉണ്ടാക്കി നോക്കുക. ചെറുപഴങ്ങളൊക്കെ പഴുത്തൊന്നും പറഞ്ഞ് എല്ലാവരും എടുത്ത് കളയണ്ട. അത് ഇതുപോലെ മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ട് അതിൻ്റെ കൂടെ മൈദപ്പൊടിയോ അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ എന്ത് പൊടിയായാലും മതി. പാകത്തിന് മധുരം വേണ്ടിയവർക്ക് പഞ്ചസാരയോ ശർക്കരയോ കരിപ്പോട്ടിയോ കൽക്കണ്ടോ എന്ത് വേണേലും ചേർക്കാം. കണ്ടോ, വെറുതെ കളയണ്ട, നമുക്കിത് ഉപയോഗിക്കാം. പിന്നെ അത് നല്ല അലുവയായിട്ട് കണ്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഏത്തപ്പഴം കൊണ്ടും ഉണ്ടാക്കാം, ചെറുപഴവും കൊണ്ട്. ഇത് ഞാൻ ചെറുപഴമാണ് കണ്ടോ പൊളിച്ചെടുത്ത് പതിയായെന്നും പറഞ്ഞ് കറുപ്പ് ഉണങ്ങിയാൽ ആരും കഴിക്കൂല. അപ്പം നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ അതെല്ലാവരും കഴിക്കും. ചെറുപഴം കൊണ്ട് അലുവ ഉണ്ടാക്കിയത്. നമുക്കതൊന്ന് മുറിച്ച് നോക്കിയാലോ. കണ്ടോ, അതിൻ്റെ കഷ്ണങ്ങൾ കണ്ടോ. നമുക്ക് എങ്ങനെ വേണേലും അത് ഉണ്ടാക്കിയെടുക്കാം. ഉരുട്ടി വേണമെങ്കിൽ ഉരുട്ടിയെടുക്കാം, പരത്തി വേണമെങ്കിൽ പരത്തിയെടുക്കാം. നമ്മൾ എങ്ങനെ ഏത് രൂപത്തിൽ വേണേലും അത് ഉണ്ടാക്കി കഴിഞ്ഞാലാക്കാം. ഞാനിപ്പോൾ അലുവ ഉണ്ടാക്കി. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ, കഴിച്ച് നോക്കണേ. ഉണ്ടാക്കിയിട്ട് എല്ലാവരും ഇഷ്ടപ്പെടും. നല്ല രുചിയുള്ള സാധനമാണ്. ചെറുപഴം കൊണ്ടും നമുക്ക് അലുവ ഉണ്ടാക്കാം.